പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകം അന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വചനഭാഗത്ത് സെബാനോസ് എന്ന മനുഷ്യൻ ആദ്യ രക്തസാക്ഷിയായി തന്റെ ജീവനെ കൊടുത്തു കഴിഞ്ഞ ശേഷം അപ്പോസ്തല പ്രവർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയും, സെബാനോസിനെ കൊല ചെയ്ത ശാവൂലിന് സമ്മതമായിരുന്നു എന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. ഭക്തിയുള്ള പുരുഷന്മാർ സെബാനോസിനെ അടക്കം ചെയ്തു. അവനെക്കുറിച്ച് വലിയ വിലാപം കഴിച്ചു. എന്നാൽ ശാവൂൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിടച്ച് തടവിൽ വലിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, സഭയ്ക്ക് വലിയ ഒരു ഉപദ്രവം ഉണ്ടാകുന്നത് കാണാൻ കഴിയും. സെബാനോസിന്റെ രക്തസാക്ഷിത്വം അത് സമ്മതമായിരുന്ന പൗലോസ് വസ്ത്രം അവന്റെ കാൽച്ചുവട്ടിൽ അഴിച്ചു വെച്ചാണ് ഇരുന്നത്. എന്നാൽ ഇവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, ഭക്തിയുള്ള പുരുഷന്മാർ സെബാനോസിനെ അടക്കം ചെയ്ത ശേഷം ശൗൽ വീടാന്തരം കയറി ഇറങ്ങി കർത്താവിൽ വിശ്വസിക്കുന്നവരെ വലിച്ചിഴച്ച് കൊല്ലുവാനും ഉപദ്രവിക്കാനും തടവിലാക്കുവാനും കടന്നു പോകുമ്പോൾ തന്നെ ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചു അവിടെ സഞ്ചരിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പസ്തോലന്മാരൊഴികെ ബാക്കിയുള്ളവരെല്ലാം ചിതറിപ്പോയി. പ്രിയമുള്ളവർ, ചിതറിപ്പോയവര് സുവിശേഷം പ്രസംഗിച്ചു. സഭയിൽ പീഡനങ്ങൾ ഉണ്ടാകുന്നത് ഒരു ചിതറിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അടുത്ത സ്ഥലങ്ങളിലേക്ക് സുവിശേഷമായി കടന്നു പോകാൻ തക്കവണ്ണം ദൈവം ഒരു വാതിൽ തുറന്നു വെക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരു പീഡനം ഉണ്ടായാൽ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ ഇടവരുന്നത് ഈ ദൈവത്തിന്റെ വചനം ലോകത്തിന്റെ എല്ലാ അതിർത്തിയിലും മുക്കിലും മൂലയിലും കടന്നു ചെല്ലണമെന്നേ. സമയം സമാഗതമായിരിക്കുന്നു എന്ന്, ഇതാ അന്ത്യകാലഘട്ടമായിരിക്കുന്നുവെന്ന് എന്റെ വചനം ലോകത്തിൽ എല്ലായിടത്തും എത്തിക്കുമ്പോൾ അന്തിമാഗതമാകുമെന്ന് വിളിച്ചു പറഞ്ഞവന്റെ ശബ്ദം ഇന്ന് നമ്മുടെ കാതുകളിൽ വന്ന് പതിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് എന്നെയും നിങ്ങളെയും വിളിച്ച ഒരു കർത്താവ് ഉണ്ടല്ലോ. ആ കർത്താവ് നമ്മോട് ഇന്ന് സംസാരിക്കുകയാണ്. ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് കർത്താവ് പറയാണ്, വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് കടന്നു വന്നെങ്കിൽ, യേശുവിനെ അറിയാത്ത എത്രയോ മനുഷ്യരുണ്ട് പ്രിയമുള്ളവരെ. ആ അറിയാത്തവരുടെ അടുക്കലേക്ക് ഈ വചനം എത്തണം. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന്, യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ ഭവനവും രക്ഷ പ്രാപിക്കും എന്നുള്ള സന്ദേശവുമായിട്ടാണ് ചിതറിപ്പോയവരായ വിശ്വാസികൾ പലയിടങ്ങളിലും കടന്നു ചെന്ന് യേശുവിനെ രക്ഷിതാവും നാഥനുമായി ഏറ്റെടുക്കാനും ഏറ്റുപറയുവാനും തക്കവണ്ണം ദൈവം ഇടയാക്കിയെങ്കിൽ, ഇന്ന് നമുക്ക് ഈ ഒരു കടമയുണ്ട്. നമ്മൾ ജോലി ചെയ്യുന്നത് കുവൈറ്റിലായിരിക്കാം, സൗദിയിലായിരിക്കാം, ബഹ്റിനിലായിരിക്കാം, നമ്മൾ മിഡിൽ ഈസ്റ്റിൽ എവിടെയെങ്കിലും ആയിരിക്കാം, UK-യിലായിരിക്കാം, ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കാം, ഇന്ത്യയിലോ ഇന്ത്യക്ക് വെളിയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് അകത്തോ എവിടെയെങ്കിലും ആയിരിക്കാം, വിദേശ രാജ്യത്തായിരിക്കാം. നമുക്കൊരു വിളിയുണ്ട്. നമ്മൾ വിശ്വസിച്ച് വിശ്വാസത്തിലായിരിക്കുന്നുവെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് യേശുവിനെ പറയണം, യേശുവിനെ കൊടുക്കണം. അതിനുവേണ്ടിയാ ഇവിടെ നിന്ന് നമ്മെ ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ആക്കിയതെന്ന് വിശ്വസിക്കണം. അവിടെ നമ്മൾ യേശുവിന് വേണ്ടി ജീവിക്കണം. ജീവിതം യേശുവിന് വേണ്ടി ഒന്ന് ഉരിഞ്ഞു കൊടുക്കണം. ജീവിതം ക്രിസ്തുവും മരണവും നേട്ടവുമാണ് പ്രിയമുള്ളവരെ. സെബാനോസ് ഒറ്റ പ്രസംഗം പ്രസംഗിച്ചതേ ഉള്ളൂ. ആ പ്രസംഗത്തിലൂടെ ആ സെബാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ഇടവന്നെങ്കിൽ, കല്ലെറിഞ്ഞു കൊന്ന ആ മനുഷ്യനെ ഭക്തരായ മനുഷ്യർ അടക്കം ചെയ്ത ശേഷം സഭയ്ക്കുണ്ടായ പീഡനത്തിന്റെ നടുവിൽ സുവിശേഷം എത്തിക്കാൻ ഇടവന്നെങ്കിൽ, ഈ സുവിശേഷത്തിന്റെ വക്താക്കളായി ഇന്ന് നമ്മളെ ദൈവം മാറ്റിയിരിക്കുന്ന സത്യം നമ്മൾ ഇന്ന് തിരിച്ചറിയണം. അതിനുവേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുവാൻ, യേശുവിനെ രക്ഷിതാവും നാഥനുമായി ഏറ്റെടുത്ത് അവന് വേണ്ടി തന്റെ ജീവനെ ഉരിഞ്ഞു കൊടുത്തുകൊണ്ട് സ്വർഗം തുറന്നിരിക്കുന്നതും കർത്താവ് ഇറങ്ങി വരുന്നതും കർത്താവിന്റെ മഹത്വവും സ്നേഹവും കൃപയും അനുഭവിക്കുവാനും, നമ്മൾ അനുഭവിച്ചത് മറ്റുള്ളവരെ അനുഭവിക്കാൻ തക്കവണ്ണം കർത്താവേ ഇന്നിടയാക്കണമേ, അതിനുള്ള ശക്തിയെ പകരണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.